2014, 18, 22 സ്പെയിൻ ആരാധകർ മറക്കാൻ ആഗ്രഹിക്കുന്ന 3 ലോകകപ്പുകൾ. പ്രതീക്ഷയുടെ തേരിലേറി ബ്രസീലിലും റഷ്യയിലും ഖത്തറിലും പറന്നിറങ്ങി നിരാശയുടെ ഗർത്തത്തിലേക്ക് വീണുപോയ ഓർമ്മകൾ ഇന്നുവരും മുറിവായി അവർക്കുള്ളിലുണ്ട്. അമേരിക്കൻ മണ്ണിൽ സർവ്വസന്നാഹവുമായി മറ്റൊരു ലോകകപ്പിനിറങ്ങുമ്പോൾ സ്പാനിഷ് പടയെ സംബന്ധിച്ച് അതൊരു അതിജീവനത്തിൻ്റെ പോരാട്ടം കൂടിയാണ്. 2010 ശേഷം കൈവിട്ടുപോയ സാമ്രാജ്യം തിരിച്ചുപിടിക്കണമെന്ന ദൃഢനിശ്ചയമാണ് ഓരോ താരങ്ങളെയും നയിക്കുന്നത്. ലോകകപ്പിനായി എൻ്റെ ബാലൻഡ്യൂർ ത്യജിക്കാൻ പോലും ഞാൻ തയ്യാറാണ്. സ്പാനിഷ് ക്യാപ്റ്റൻ റോഡ്രിയുടെ ഈ വാക്കുകൾ മാത്രം മതി കിരീടം അവരെ എത്രമാത്രം മോഹിപ്പിക്കുന്നു എന്ന് വ്യക്തമാക്കാൻ. യോഹന്നാസ്ബർഗിലെ സോക്കർ സിറ്റിയിൽ 1.5 പതിറ്റാണ്ട് മുമ്പ് ഐക്കർ കസിയസ് കനക കിരീടമുയർത്തിയ മനോഹര രാവ് ഓരോ സ്പെയിൻ ആരാധകരുടെയും മനസ്സിൽ ഇപ്പോഴും അലയടിക്കുന്നുണ്ടാകും. നെഞ്ചിൽ പതിച്ചു കെട്ടിയ നക്ഷത്രം രണ്ടാക്കി ഉയർത്തുക എന്ന വലിയ സ്വപ്നവുമായി സ്പെയിൻ ആദ്യ അംഗത്തിനിറങ്ങുകയാണ്. കേപ്പ് വെർഡെക്കെതിരായ മത്സരത്തിൽ ടീം പ്ലാനിൽ ആരൊക്കെയുണ്ടാകും? സാധ്യതകൾ എന്തെല്ലാം പരിശോധിക്കാം. ഫുട്ബോൾ ലോകത്തെ ഡേവിഡ് ഗോലിയാത്ത് പോരാട്ടം. അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ നാളെ നടക്കാൻ പോകുന്ന സ്പെയിൻ കേപ്പ് വെർഡെ മത്സരത്തെ ഒറ്റ വാക്കിൽ നമുക്ക് ഇങ്ങനെ വിശേഷിപ്പിക്കാം: ലോക റാങ്കിങ്ങിൽ 2ാമതാണ് സ്പെയിൻ. സമീപകാലത്തായി മിന്നും ഫോമിൽ, ഓരോ പൊസിഷനിലും കളത്തിലിറങ്ങാൻ ലോകോത്തര താരങ്ങൾ, എല്ലാത്തിനുമുപരി ടൂർണമെന്റിലെ ഹോട്ട് ഫേവറേറ്റുകൾ. മറുഭാഗത്ത് ലോകകപ്പിലെ പുതുമുഖങ്ങളാണ് ആഫ്രിക്കൻ ടീമായ കേപ്പ് വെർഡെ. ഫിഫ റാങ്കിങ്ങിൽ 67ാം സ്ഥാനത്ത്. ഇതിനു മുമ്പ് അന്താരാഷ്ട്ര തലത്തിലോ സൗഹൃദ മത്സരങ്ങളിലോ ഇരു ടീമുകളും നേർക്കുനേർ വന്നിട്ടില്ലെന്ന പ്രത്യേകതയുമുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ ദ്വീപ് രാജ്യത്തെ ചില്ലറക്കാരെ കാണേണ്ട. യൂറോപ്യൻ ടീമുകൾക്കെതിരെ കളിച്ച അവസാന 13 മത്സരത്തിൽ 1-ൽ മാത്രമാണ് അവർ തോൽവി വഴങ്ങിയത്. 5 ജയവും 7 സമനിലയും. സ്പാനിഷ് അറ്റാക്കിംഗ് ശൈലിയെ നേരിടാൻ കൃത്യമായ ഒരു ബ്ലൂ പ്രിന്റുമായാണ് കേപ്പ് വെർഡെ എത്തുക എന്ന കാര്യം തീർച്ചയാണ്. ലെമീൻ യമാൽ, നിക്കോ വില്യംസ് കോംബോ. പരിക്കുമാറിയെത്തുന്ന ഇരുവർക്കും പരിശീലകൻ ലൂയിസ് ഫുവന്റ ആദ്യ മത്സരത്തിൽ അവസരം നൽകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ലോക ഫുട്ബോളിലെ തന്നെ ഏറ്റവും അപകടകാരികളായ ഈ സഖ്യത്തെ നേരിടുക എന്നത് ഏതൊരു ടീമിനും ശ്രമകരമായ ദൗത്യമാണ്. ഇരുവരുടെയും വേഗതയും ഡ്രിബ്ലിംഗ് മികവും പ്രതിരോധിക്കുക എന്നതായിരിക്കും കേപ്പ് വെർഡെ ഫുൾബാക്കുകളുടെ പ്രധാന കടമ്പ. കഴിഞ്ഞ യൂറോ കപ്പിലെ പ്രൈം ഫോമിലേക്ക് യമാലും നിക്കോയും മടങ്ങിയെത്തിയാൽ മുൻ ചാമ്പ്യന്മാർക്ക് കാര്യങ്ങൾ എളുപ്പമാകും. മിഡ്ഫീൽഡിൽ പെഡ്രി റോഡ്രി കോംബോയിലായിരിക്കും പരിശീലകൻ ലാഫുവന്റയുടെ വിശ്വാസം. കഴിഞ്ഞ യൂറോയിലടക്കം ഫലപ്രദമായി നടപ്പിലാക്കിയ 4-3-3 ഫോർമേഷനിലായിരിക്കും ഫുവന്റെ തന്നെ ടീമിനിറക്കുക. എന്നാൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് അത് ആക്രമണത്തിൽ 3-2-5 അല്ലെങ്കിൽ 2-3-5 ആയും പ്രതിരോധത്തിൽ 4-4-2 ആയി മാറാറുണ്ട്. മിഡ്ഫീൽഡർമാർക്ക് തന്നെയാണ് ഇതിൽ പ്രധാന റോളുള്ളത്. നേരത്തെ സ്പെയിൻ പ്രയോഗവൽക്കരിച്ച പന്ത് കൈവശം വെക്കാൻ വേണ്ടി കൂടുതൽ പാസ് നൽകുന്ന ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായി അവസരം ലഭിക്കുമ്പോൾ ലോങ് ബോളുകളടക്കം മുന്നേറ്റ നിരയിലേക്ക് എത്തിച്ച് ഗോൾ അടിക്കുക എന്നതാണ് കോച്ചിന്റെ പുതിയ രീതി. ദീർഘകാലം ACL ഇഞ്ചുറിക്ക് ശേഷം കളത്തിലേക്ക് മടങ്ങിയെത്തിയ സിറ്റി താരം റോഡ്രി ലോകകപ്പിലൂടെ മികച്ചൊരു കംബാക്കിനാണ് ഒരുങ്ങുന്നത്. പ്രധാന ടൂർണമെന്റുകളിൽ ഗോളടിക്കാറുള്ള ടീമിന് എഞ്ചിനായി പ്രവർത്തിക്കുന്ന റോഡ്രിയുടെ സാന്നിധ്യം ടീമിന് പോസിറ്റീവാണ്. സ്പെയിൻ മധ്യനിരയുടെ ചാലകശക്തി അത് കുറച്ചധികം കാലമായി പെഡ്രിയാണ്. ഗോളിലേക്കുള്ള കില്ലർ പാസുകൾ നൽകാനുള്ള ഭാഷ താരത്തിന്റെ മികവ് അമേരിക്കൻ ലോകകപ്പിലുടനീളം ടീമിന് പ്രതീക്ഷ നൽകുന്നു. കഴിഞ്ഞ ഖത്തർ ലോകകപ്പിലും പെഡ്രിയുടെ മാജിക്കൽ ടച്ചുകൾ ആരാധകർ പലകുറി കണ്ടതാണ്. ദീർഘകാലം സ്പാനിഷ് മിഡ്ഫീൽഡ് ഭരിച്ച സാവി, ഇനിയസ്റ്റ എന്നീ ഇതിഹാസ താരങ്ങളുടെ അഭാവം മറികടക്കേണ്ട സുപ്രധാന ദൗത്യവും ആ ചുമലിലാണ്. PSG ഫാബിയാൻ റൂയിസ്, ബാർസ താരങ്ങളായ ഡാനി ഓൾമോ, ഗാവി, ആർസനലിന്റെ സുബിമെന്റി തുടങ്ങിയവർ ഒന്നിനൊന്ന് മികച്ച ഓപ്ഷനുകളായി സ്പെയിനിന് കരുത്താവുന്നുണ്ട്. അർദ്ധാവസരങ്ങൾ പോലും ഗോളാക്കാൻ കെൽപ്പുള്ള ആർസനൽ താരം മിഗേൽ മെറീനോയും കോച്ചിന്റെ പ്രധാന ആയുധമാണ്. വർത്തമാന ഫുട്ബോളിലെ ഏറ്റവും കരുത്തുറ്റ മധ്യനിരയുള്ള സ്പെയിനെതിരെ പിടിച്ചു നിൽക്കാൻ കേപ്പ് വെർഡെ താരങ്ങൾ നന്നായി പാടുപെടും. ലെമീൻ യമാൽ പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുത്തത് തന്നെയാണ് സ്പെയിൻ ക്യാമ്പിൽ നിന്നും വരുന്ന ഏറ്റവും പോസിറ്റീവ് വാർത്ത. കേപ്പ് വെർഡെക്കെതിരെ താരം കളത്തിലിറങ്ങുമെന്ന സൂചനകൾ പരിശീലകൻ ഇതിനകം നൽകുകയും ചെയ്തു. യൂറോ കപ്പിന് സമാനമായി ചെങ്കുപ്പായത്തിൽ 18-കാരൻ കളം നിറഞ്ഞാൽ മുൻ ചാമ്പ്യന്മാർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. ഏത് കോട്ടയും ഭേദിക്കാൻ തന്നെ ഇടങ്കാലിന് കഴിയുമെന്ന് യമാൽ പലകുറി ലോകത്തോട് വിളിച്ചു പറഞ്ഞതാണ്. പഴയ ഫ്ലോയിൽ യമാലിന്റെ കർവിംഗ് ഷോട്ടുകൾ കാണാനായാൽ അമേരിക്കൻ സ്റ്റേഡിയങ്ങൾ ചില അപൂർവതകൾക്കും സാക്ഷ്യം വഹിക്കും. കഴിഞ്ഞ കുറേ കാലമായി ടീമിന്റെ പ്രധാന സ്ട്രൈക്കറായിരുന്ന അൽവാരോ മൊറാട്ട ഇല്ലാതെയാണ് കോച്ച് ലാഫുവന്റ ലോകകപ്പിനെത്തുന്നത്. പകരം ഗോളടിക്കേണ്ട ചുമതല മിഗേൽ ഒയർസബാലിനും ഫെറാൻ ടോറസിനുമായിരിക്കും. നിലവിൽ ക്ലബ് ഫുട്ബോളിൽ റയൽ സോസിഡാഡിനായി മികച്ച പ്രകടനം നടത്തുന്ന ഒയർസബാൽ ദേശീയ ടീമിന് വേണ്ടിയും ആ ഫോം ആവർത്തിക്കാറുണ്ട്. ഒരുപക്ഷെ സ്പെയിൻ നിരയിലെ ഏറ്റവും അണ്ടർറേറ്റഡ് പ്ലെയറും 29-കാരൻ തന്നെയാണ്. നേരത്തെ ജൂനിയർ തലം മുതൽ താരത്തിന്റെ പ്രതിഭ നന്നായി അറിയുന്ന ലാഫുവന്റ തന്റെ പ്ലാനിലെ പ്രധാനിയായാണ് ഒയർസബാലിനെ കാണുന്നത്. ദേശീയ ടീമിനെ കളിച്ച അവസാന 6 മത്സരത്തിലും ഗോൾ നേടാനായതും താരത്തിനും ടീമിനും പോസിറ്റീവാണ്. കഴിഞ്ഞ യൂറോ കപ്പ് ഫൈനലിൽ സ്പെയിനിന്റെ കിരീടമുറപ്പിച്ച നിർണായക ഗോൾ വന്നതും ആ ബൂട്ടിൽ നിന്നായിരുന്നു. ബാർസലോണയിൽ മികച്ച ഫോമിൽ തുടരുന്ന ഫെറാൻ ടോറസും മികച്ച ഓപ്ഷനായി കോച്ചിന് മുന്നിലുണ്ട്. ലാലിഗയിൽ ഒസാസുനക്കായി ഇമ്പാക്ട് ഉണ്ടാക്കിയ സ്ട്രൈക്കർ വിക്ടർ മുനോസ്,
സെൽറ്റ വിഗോയുടെ ബോർജ ഗിലിഷിസ് എന്നീ താരങ്ങളും ലഭിക്കുന്ന മിനിറ്റുകളിൽ അത്ഭുതം തീർക്കാൻ കെൽപ്പുള്ളവരാണ്. മുൻ ചാമ്പ്യന്മാർക്കെതിരെ ഇറങ്ങുമ്പോൾ പരിചയസമ്പത്താണ് ക്യാപ് വെർഡെ പ്രതീക്ഷ അർപ്പിക്കുന്നത്. 40-കാരൻ വൊസീനിയോയാണ് വല കാക്കുന്നത്. 36-കാരൻ ക്യാപ്റ്റൻ റയാൻ മെൻഡസ്, 35-കാരൻ ഗ്യാരി റോഡ്രിഗസ് എന്നിവരുടെ അനുഭവ സമ്പത്തും ടീമിന് കരുത്തായുണ്ട്. ചോരത്തിളപ്പുള്ള സ്പെയിൻ യുവനിരക്കെതിരെ ഈ വെറ്ററൻ താരങ്ങളുടെ പോരാട്ട വീര്യം എത്രമാത്രം പിടിച്ചു നിൽക്കുന്നതിനെ ആശ്രയിച്ചായിരിക്കും മത്സരഗതി. മുന്നേറ്റം സ്ട്രോങ് ആണെങ്കിലും സ്പെയിനിന് ഒരു അല്പമെങ്കിലും ചലഞ്ചിങ് അത് പ്രതിരോധത്തിലാണ്. സെൻട്രൽ ഡിഫൻസിൽ ഐമറിക് ലപ്പോർട്ട, പൗ കുബാർസി അടങ്ങിയ പുതിയ സഖ്യത്തിലാണ് ഇത്തവണ ലാഫുവിന്റെ വിശ്വാസം അർപ്പിക്കുന്നത്. കഴിഞ്ഞ യൂറോയിലുടനീളം മികച്ചു നിന്ന ലേ നോർമൻഡ് ഇത്തവണ സ്ക്വാഡിലില്ല. പകരം ബാർസയുടെ വണ്ടർ ബോയായ കുബാർസിയയിലാണ് കോച്ച് പ്രതീക്ഷ അർപ്പിക്കുന്നത്. ബാർസക്കൊപ്പം മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന കുബാർസിക്ക് പക്ഷേ ദേശീയ ടീമിൽ കൂടുതൽ ഗെയിം ടൈം ലഭിച്ചിട്ടില്ല. പ്രധാന ടൂർണമെന്റുകളിൽ പലപ്പോഴും പരിക്ക് വില്ലനായി. ഇത്തവണ പരിചയസമ്പന്നനായ ലപ്പോർട്ടക്കൊപ്പം കുബാർസി കട്ടക്ക് കൂടെ നിന്നാൽ സ്പെയിൻ സ്ക്വാഡിൽ ആശങ്കയ്ക്ക് ഇടമുണ്ടാവില്ല. എറിക് ഗാർഷ്യ, മാർക്ക് പ്യൂബിൽ എന്നിവരും അവസരം കാത്ത് ബെഞ്ചിലുണ്ടാവും. അപ്പോഴും സെറ്റ് പീസുകൾ പ്രതിരോധിക്കുന്നതിൽ ഈ ഡിഫൻസീവ് താരങ്ങൾക്ക് എത്രമാത്രം മികച്ചു നിൽക്കാനാകുമെന്ന് കണ്ടറിയുക തന്നെ വേണം. ലെഫ്റ്റ് വിംഗ് ബാക്കായി ചെൽസിയുടെ മാർക്കോ കുറായി ഇറങ്ങാനാണ് സാധ്യത. ബയർ ലെവർകൂസന്റെ അലസാൻഡ്രോ ഗ്രിമാൽഡയും പെർഫെക്റ്റ് റീപ്ലേസ്മെന്റായി ബെഞ്ചിലുണ്ട്. മധ്യനിര താരങ്ങളുമായും വിംഗർമാരുമായും ലിങ്ക് ചെയ്ത് കളിക്കാനുള്ള മികവാണ് കുക്കുറയെ പലപ്പോഴും വ്യത്യസ്തനാക്കുന്നത്. കഴിഞ്ഞ യൂറോയിലടക്കം താരം നേരത്തെ ചില റണ്ണുകൾ മത്സരത്തിന്റെ ഗതി തന്നെ മാറ്റിമറിക്കുന്നതും നമ്മൾ കണ്ടു. വലത് വിംഗ് ബാക്ക് റോളിൽ ഡാനി കാർവാലിന്റെ ശൂന്യത ആര് നികത്തുമെന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ മാർക്കോസ് ലോറന്റെ, ടോട്ടനമിന്റെ പെഡ്രോ പോറോ എന്നിവരാണ് സ്ക്വാഡിലുള്ളത്. നേരത്തെ യോഗ്യത റൗണ്ടിൽ കളിച്ച പരിചയം പരിഗണിച്ചാൽ പെഡ്രോ പോറോ ആയിരിക്കും 11-ൽ എത്തുക. എന്നാൽ അറ്റാക്കിങ്ങിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോഴും ഡിഫൻസീവായി താരത്തിന് അത്ര മികച്ച റെക്കോർഡല്ല ഉള്ളത്. ഒരുപക്ഷെ എതിരാളികൾ ടാർഗറ്റ് ചെയ്യുകയും ഈ വിങ് തന്നെയായിരിക്കും. റയൽ മാഡ്രിഡിന്റെ ഡീൻ ഹ്യൂസിനെ ഒഴിവാക്കിയ തീരുമാനവും വലിയ വിമർശനമായി നിലനിൽക്കുന്നു. ഏരിയൽ പന്തുകൾ ക്ലിയർ ചെയ്യുന്നതിലടക്കം താരത്തിന്റെ മികവ് ടീമിന് പ്രതീക്ഷ നൽകുന്നതായിരുന്നു. അതേസമയം പരിക്ക് കാരണം ഫെർമിൻ ലോപ്പസ് പുറത്തായത് സ്പെയിന് വലിയ തിരിച്ചടിയാണ്. നിലവിൽ പ്രീമിയർ ലീഗിലെ മികച്ച ഗോൾ കീപ്പറായ ഡേവിഡ് റയ സ്ക്വാഡിൽ ഉണ്ടെങ്കിലും പ്ലേയിങ് ലെവലിൽ ഉനായ് സൈമണാകും അവസരം ലഭിക്കുക. ദേശീയ ടീമിൽ എക്സ്പീരിയൻസിനൊപ്പം കോച്ചിന്റെ പ്ലാനിലുള്ള താരമെന്നതും ഉനായ് സൈമണിന് അനുകൂലമാകും. കഴിഞ്ഞ കാലത്ത് നിരാശയുടെ നീറ്റിൽ മായ്ച്ചു കളയാൻ ലാറോജ ഇതായി ഇറങ്ങുന്നു. യൂറോ ചാമ്പ്യൻ എന്ന വകിട്ടോടെ നഷ്ടപ്പെട്ട ലോക കിരീടം തിരിച്ചുവരുന്ന ആ നിമിഷത്തിനായി, ആ ചുവപ്പൻ ജയിച്ചക്ക് പിന്നിലെ ഹൃദയമിടിപ്പുകൾക്കായി ലോകം കാത്തിരിക്കുന്നു. വിവ എസ്പാന.